പത്തനംതിട്ട കോന്നി താലൂക്ക് ആശുപത്രിയിൽ കോൺഗ്രസ് നേതാവ് അതിക്രമം കാട്ടിയതായി പരാതി. കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ ആർ ദേവകുമാറിനെതിരെയാണ് പരാതി. ദേവകുമാർ ആശുപത്രിയിലെത്തി ബഹളം വെച്ചതിനെ തുടർന്ന് പാമ്പുകടിയേറ്റ രോഗിക്ക് ചികിത്സ വൈകി. ആശുപത്രി അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി സുജു ടി ബാബു ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സുജു, എന്താണ് കോൺഗ്രസ് നേതാവിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്ന അതിക്രമം? ആശുപത്രിയിൽ ചികിത്സ പോലും തടയുന്ന രീതിയിൽ. അജിംഷാദ്, വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്ന. ദേവകുമാർ ആശുപത്രിയിൽ എത്തുമ്പോൾ മറ്റൊരു രോഗിക്ക് ചികിത്സ വൈകി എന്ന ചെറിയ പരാതിയും ആക്ഷേപമൊക്കെ നിൽക്കുമ്പോഴാണ് ദേവകുമാർ സ്ഥലത്തെത്തുന്നതും അതിനുശേഷം അവിടെ വനിതാ ജീവനക്കാരും വനിതാ ഡോക്ടറും വനിതാ സെക്യൂരിറ്റി നഴ്സിംഗ് ഉദ്യോഗസ്ഥരൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇവരോട് തട്ടിക്കയറുകയും ബഹളം വെച്ചുവെന്നാണ് ഇപ്പോൾ ആശുപത്രി ജീവനക്കാർ സൂപ്രണ്ടിന് പരാതി നൽകുന്നത്. സൂപ്രണ്ട് ഈ പരാതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. പ്രധാനമായി ഇന്നലെ ഈ വിഷയത്തിൽ അവിടുത്തെ ജീവനക്കാർ പ്രതിഷേധം നടത്തിയിരുന്നു. ആ പ്രതിഷേധ യോഗം നടത്തുകയും ചെയ്തിരുന്നു. ജീവനക്കാർ ഉന്നയിക്കുന്ന ആരോപണം ഈ ദേവകുമാർ സ്ഥലത്തെത്തുകയും ആശുപത്രിയിലെത്തി ബഹളം വെച്ചപ്പോൾ മറ്റ് രോഗികൾക്ക് ഇത് കാരണം ചികിത്സ വൈകിയെന്നാണ് ഇപ്പോൾ ഈ ആശുപത്രിയിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആശുപത്രി ജീവനക്കാർ ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണമാണ് ആ സമയത്ത് അവിടെ പാമ്പ് കടിയേറ്റ് ഒരു രോഗി എത്തുകയും ചെയ്തിരുന്നു. ആ രോഗിക്ക് ചികിത്സ നൽകുന്നതിൽ ഈ ദേവകുമാറിൻ്റെ ഇടപെടലും ദേവകുമാർ ബഹളം വെച്ചതിനെ തുടർന്ന് അത് വൈകാനിടയായെന്നാണ് ഈ ആശുപത്രി ജീവനക്കാർ ആരോപിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗുരുതര ആരോപണമാണ്. ആശുപത്രിയിലെത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തന്നെ കലാപം സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ബഹളം വെക്കുന്നത്. ഈ കോന്നി താലൂക്ക് ആശുപത്രി കോന്നി ബ്ലോക്ക് പഞ്ചായത്താണ് ഭരിക്കുന്നത്. അതുകൊണ്ട് കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് UDF ആണ് ഭരിക്കുന്നത്. സ്വാഭാവികമായി ആശുപത്രിയിൽ എന്തെങ്കിലും തരത്തിൽ ചികിത്സാ സൗകര്യക്കുറവോ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കോന്നി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ് ഈ ദേവകുമാർ. അങ്ങനെയെങ്കിൽ ദേവകുമാറിന് ഈ വിഷയം നിയമാനുസൃതം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവുന്നതാണ്. മാത്രമല്ല, നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലോ അല്ലെങ്കിൽ കോന്നി ഗ്രാമപഞ്ചായത്തിലൊക്കെ തന്നെ ബന്ധപ്പെടാതെ അത്തരം കാര്യങ്ങൾക്ക് കടക്കാതെ ദേവകുമാർ അവിടെ ബഹളം വെക്കുകയായിരുന്നു എന്നാണ് ജീവനക്കാർ പരാതി പറയുന്നത്. ഈ ബഹളം ചില ആളുകൾ സ്വാഭാവികമായി ഏറ്റുപിടിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ സ്വൈര്യമായ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലാണ്. ഇത് വലിയ വിഷയമായി തന്നെയാണ് ജീവനക്കാർ പരാതിയായി തിരിക്കുന്നത്. ഇന്നലെ പ്രതിഷേധം അവർ നടത്തുകയും ചെയ്തു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ആശുപത്രിയിലെത്തുന്ന ജനപ്രതിനിധി അദ്ദേഹത്തിന് നിരവധി മാർഗമുണ്ട്. മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നമല്ല. ആശുപത്രി എന്ന് പറയുമ്പോൾ അവിടെ ഒരു രോഗി മാത്രമല്ല, നിരവധി രോഗികളാണ് എത്തുന്നത്. രാത്രി കാഷ്വാലിറ്റി, അത് അത്യാഹിത വിഭാഗത്തിൽ എന്ന് പറയുമ്പോൾ രാത്രി എമർജൻസിയായി പേഷ്യൻസ് ആണ് രാത്രികാലം എത്തുന്നത്. അത്തരം ഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും അല്ലെങ്കിൽ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദേവകുമാർ എത്തി ബഹളം വെച്ചെന്ന് ആരോപിക്കുന്നത്. വിഷയത്തിൽ കടുത്ത നടപടി ആണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സംഘടനകൾ, വിവിധ ആശുപത്രി ജീവനക്കാരുടെ സംഘടനകളും ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ന്യായമായ ഒരു ആവശ്യം തന്നെയാണ് മുമ്പോട്ട് വെക്കുന്നത്. എന്തായാലും ദേവകുമാറിനെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി 10 മണിക്കാണ് ഇത്തരമൊരു സംഭവം നടന്നത്.